എഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കുന്നത് VN എഡിറ്ററിലാണ്. നമുക്ക് CapCut ഉണ്ട്, VN ഉണ്ട്, അതുപോലെ KineMaster ഉണ്ട്. ഇപ്പോൾ KineMaster ചെറിയൊരു സാധനമാണ്. VNും CapCut അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് VNൽ തുടങ്ങിയിട്ട് പിന്നെ CapCut പിന്നെ വേണം നോക്കാം, സെയിം ആണ് ഏകദേശം. അപ്പോൾ VN ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ഇവിടുന്ന് VN എഡിറ്റർ എന്ന് കൊടുത്താൽ നമുക്ക് ആദ്യം കിട്ടുന്നത് VN എഡിറ്റർ ആയിരിക്കും. VN എഡിറ്റർ ഓക്കെ. അപ്പോൾ അറിയാത്തവർ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുക. VN എഴുതിയിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. ഞാൻ ഓൾറെഡി ചെയ്തത് കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ VN എഡിറ്ററിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ പ്രൊജക്റ്റിൽ ഇവിടെ ബ്ലൂ കളറിൽ ക്ലിക്ക് ചെയ്തു. പുതിയത് വന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഇവിടെ കാണിക്കുന്നത്, 5.18 സെക്കൻഡ് ഉള്ളത്. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതിലേറ്റവും താഴെ നിങ്ങൾ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്. അതിൽ തൊട്ട് താഴെ അതിൻ്റെ സൗണ്ട് കാണുന്നുണ്ട്. പിന്നെ കാണുന്നത് ആഡ്, സ്റ്റിക്കർ, PIP എന്നുള്ളത്, പിന്നെ സബ് ടൈറ്റിൽ, പിന്നെ മ്യൂസിക്. നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. റെക്കോർഡിംഗ് ആണ്, റെക്കോർഡ് ചെയ്യാം. എഫക്റ്റ് ആണെങ്കിൽ എഫക്റ്റ് ഇടാം. എഫക്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ കുറച്ച് ഫാസ്റ്റ് സ്വിച്ച് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇപ്പം നമ്മൾ ചില ടെക്സ്റ്റൊക്കെ ഇടുമ്പോൾ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതുപോലെ ചെറിയ ചെറിയ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റൊക്കെ വരുമ്പോൾ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇതിൽ ട്രിമ്മാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരും. അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പം പിന്നെ ചിലത് നമുക്ക് ആവശ്യമില്ലാത്തത് വരും. ഇപ്പോൾ ചിലപ്പോൾ ഡയലോഗ് പറയാൻ തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ സ്പ്ലിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിം ഉണ്ട്. സ്പ്ലിറ്റ് കൊടുക്കുക. സ്പ്ലിറ്റ് കൊടുത്താൽ 2 എണ്ണമാവും, അതായത് 2 സ്പ്ലിറ്റ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് കുറച്ചുകൂടി സ്ക്രോൾ ചെയ്ത് ഇവിടെ വെക്കുക. വീണ്ടും സ്പ്ലിറ്റ് കൊടുത്തു. അപ്പോൾ ഈ ഒരു പോർഷനാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. ചെയ്താൽ മതി. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ കട്ടായിട്ട് വരും. വളരെ ബേസിക് ആയിട്ടുള്ള സാധനം കേട്ടോ നമ്മളിവിടെ നോക്കുന്നത്. പിന്നെ ഇതിൽ വോളിയം ഉണ്ട്, അതായത് നമുക്ക് സൗണ്ട് കുറച്ചും കൂടി, അതുപോലെ റോഡിനൊക്കെ 24,000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. അതൊക്കെ പിന്നെ അതിൻ്റെ ക്രോപ്പ്, റൊട്ടേറ്റ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ആണ്. ഇതിലിപ്പോൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ വരും. പിന്നെ ഇതിൻ്റെ യൂട്യൂബിൽ നോക്കിയാൽ ഇതിൻ്റെ പല തരത്തിലുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് കിട്ടും. കാരണം ഞാനിപ്പോൾ എല്ലാം ഇതിൽ പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ തന്നെ പലതരത്തിലുള്ള എഡിറ്റിംഗ് മെത്തേഡ്സ് അതിൽ നമുക്ക് കാണാൻ പറ്റും, പല പല രീതിയിലുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് ആഡ് കൊടുക്കുക, SRT ടെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് എടുക്കാം. ഓക്കെ, മാസ്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാസ്ക് ആയിട്ട്, അതായത് ഞാൻ പറയുന്നത് അതിൻ്റെ ഉള്ളിലാണ് കാണുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിന് നമുക്ക് എൻഡ്ലെസ് സാധനങ്ങളാണ്. ഇതുണ്ടോ, ഇതിലിപ്പോൾ ഈ ആനിമേഷൻസ് ഒക്കെ നമുക്ക് വീഡിയോൻ്റെ ഇടയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇതിപ്പോൾ സബ് ടൈറ്റിലിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് അവിടെ നമ്മൾ ഡയലോഗ് എഴുതി കൊടുത്ത സബ് ടൈറ്റിൽ വരും. അതായത് നമ്മൾ പറയുന്നത് താഴെ എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. മലയാളത്തിൽ ഇപ്പോൾ എഴുതി കൊടുക്കാറുണ്ട്, ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കാറുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിനെ ആനിമേറ്റ് ചെയ്യാം. ടെക്സ്റ്റിന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പിന്നീട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക് എഡിറ്റിംഗ് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കുറച്ച് കാര്യം ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പോർഷൻ കഴിഞ്ഞിട്ട് അടുത്തത് എങ്ങനെ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, സൂം ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരുപാട് പലതരത്തിലുള്ള എഫക്ട്സ് ആണ്. ബ്ലറായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വേണ്ടാത്ത ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട്
വേണ്ട ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് ഈ എഫക്ട്സ് ഒക്കെ കൊടുത്ത് ക്ലിയർ ആക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കളർ കറക്ഷനൊക്കെ ചെയ്തത് കൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഔട്ട്ഡോറിൽ ഇപ്പം പുറത്തുള്ള വീഡിയോസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കളറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഷാർപ്നെസ്സൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ചില വിഷ്വൽസിൽ കുറച്ച് കളറൊക്കെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഫിൽറ്റർ എടുക്കാം. ഫിൽറ്റർ എടുത്തിട്ട് ഈ ഫിൽറ്ററിന് തൊട്ടിപ്പോൾ അഡ്ജസ്റ്റ് കണ്ടോ, ഈ അഡ്ജസ്റ്റിലേക്ക് വരിക. ഈ അഡ്ജസ്റ്റിലേക്ക് വന്നിട്ട് ഈ പറയുന്ന ഇവിടുന്ന് ബ്രൈറ്റ്നെസ്സൊക്കെ കൂട്ടോ കുറക്കൊക്കെ ചെയ്യുക. ചിലതിപ്പോൾ ബ്രൈറ്റ്നെസ് നമ്മൾ കുറക്കേണ്ടി വരും. പിന്നെ കോൺട്രാസ്റ്റ്, എക്സ്പ്ലോറർ, ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ വൈബ്രൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ കൂട്ടി കിട്ടാൻ വേണ്ടി ഈ സാധനം ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പം പുറത്ത് എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കളർ പച്ചപ്പൊക്കെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ വൈബ്രൻസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സ്റ്റൈലായിട്ട് വരും. ഇതിപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പ് മെമ്പർ തന്നെ അയച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് എഡിറ്റ് ചെയ്തിട്ട് നോക്കാം. അതായത് കളർ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഫിൽറ്റർ എടുക്കാം. ഫിൽറ്ററിൽ തൊട്ട് അടുത്തുള്ള അഡ്ജസ്റ്റ് എന്നുള്ളത് എടുക്കാം. ഇതിൽ നമുക്ക് എക്സ്പ്ലോഷർ കൂട്ടുമ്പോൾ വേണ്ട, ഓൾറെഡി എക്സ്പ്ലോഷർ കൂടുതലാണ് അതിന്. അപ്പോൾ കുറച്ച് എക്സ്പ്ലോഷർ കുറച്ചാലും കുഴപ്പമില്ല. അതുപോലെ കോൺട്രാസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. അത് ബ്രൈറ്റ്നെസ് കണ്ടോ, ബ്രൈറ്റ്നെസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ആ വീഡിയോക്ക്. ഇനി നമുക്ക് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം കളർ വേണമെന്നുള്ളതാണ്. അധികം ഓവർ കളർ കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം. വൈബ്രൻസ് പറഞ്ഞാൽ ആ കളർ എത്രത്തോളം ഹാർഡായിട്ട് വേണമെന്നുള്ളത്. അപ്പോൾ വൈബ്രൻസും കുറച്ച് കൊടുക്കും. ഇനി ടെമ്പറേച്ചർ പറയുന്നത് നമുക്ക് രാവിലെയും വൈകുന്നേരം വീഡിയോ എടുത്ത വ്യത്യാസമുണ്ട്. രാവിലെയൊക്കെ ആകുമ്പോൾ ബ്ലൂയിഷ് കളറാണ് കൂടുതലുണ്ടാവുക. വൈകുന്നേരം ആകുമ്പം ഒരു ഓറഞ്ചിലേക്കാണ് വരിക. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ മാറ്റാം. അതുണ്ടാവും, ഇപ്പോൾ ഓറഞ്ച് ആയില്ലേ, രാവിലെ ആകുമ്പോൾ ബ്ലൂ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിങ്ങനെ ചെറുതായിട്ട് മാറ്റി കൊടുത്താൽ നമുക്കത് നല്ല രീതിയിൽ വീഡിയോസിൽ ചേഞ്ചസ് വരും. അപ്പോൾ നല്ല വീഡിയോസ് ആദ്യം വേണ്ടത് നന്നായിട്ട് വീഡിയോ എടുക്കുകയാണ് വേണ്ടത്. എഡിറ്റിങ്ങിൽ പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇനി HSL എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ HSL നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ, ഇപ്പം ഈ ഗ്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രീനിന് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ടോ ആ ഗ്രീനിൽ മാത്രം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പോൾ ചെറിയ ഹ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലത് മാറും. അപ്പോൾ അത് കളർ കറക്ഷൻ്റെ ഒരു വേറെ തന്നെ സംഭവമാണിത്. കുറേ ചെയ്യാനുണ്ട്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് കാണിച്ചെന്ന് മാത്രം. ഇപ്പോൾ ആ വീഡിയോ കണ്ടോ, അത്യാവശ്യം വിഷ്വൽസൊക്കെ നല്ല മാറ്റം വന്നില്ല. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഓൾറെഡി ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ടാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞ പോലെ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു വീഡിയോ എടുത്ത്, ചെറിയൊരു 5 മിനിറ്റെങ്കിലും വീഡിയോ എടുത്തിട്ട് ഇതുപോലെ മാറ്റങ്ങൾ വരുത്തുക. അതായത് നിങ്ങൾ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ എടുക്കുക. ആ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ എഡിറ്റിങ്ങിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക.